കാര്യത്തിൽ മുന്നോട്ട് പോകാം അല്ലേ? അത് അത്ര മാത്രമേ ഉള്ളൂ. അത് വേറൊരു കാര്യമൊന്നുമില്ല. നമ്മൾ ആ രീതിയിൽ അങ്ങോട്ട് പോയാൽ മതി. അനഘ +2 ആണ് പഠിക്കുന്നത്. അനഘ +2 ആണ് പഠിക്കുന്നത്. അനഘയുടെ അടുത്ത കാര്യം ഈ ഒരു ചേട്ടനാണെന്ന് വിചാരിച്ചോ. ചേട്ടൻ ഇതിൻ്റെ ഒരു കൂടപ്പുറപ്പായിട്ട് കാണാൻ പറ്റുമെങ്കിൽ കാണാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തി ആണെന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയണത്, അനഘ മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, കുഴപ്പമില്ല. കുറച്ച് ഫ്രീഡമായി കിട്ടാനായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. മൊബൈൽ അങ്ങനെ അധികം കൂടുതൽ ഉപയോഗിക്കാത്ത കുട്ടിയായതുകൊണ്ടാണ് മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഡിലേ വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഈ മൊബൈലുകളിൽ എന്നിട്ട് പൈസ ഇല്ല. അപ്പോൾ മൊബൈലുകളിൽ ഇപ്പോൾ +2 ആണ്. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് പരീക്ഷ സ്റ്റാർട്ടായി. ശരിക്കും പറഞ്ഞാൽ പരീക്ഷ സ്റ്റാർട്ടായി. ഇപ്പോൾ പരീക്ഷ ഏറെക്കുറെ സ്റ്റാർട്ടായി. മോഡൽ എക്സാം ഇപ്പോൾ ആവാറായി. അപ്പോൾ ഇങ്ങോട്ട് മൊബൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ആവശ്യത്തിന് വളരെ കുറവ്, ഇത്രയും നാൾ ഉപയോഗിച്ചതിനെക്കാട്ടും കുറച്ചുകൂടി കുറവ് ഉപയോഗിച്ചുകൊണ്ട് നല്ല ഒരു ബെറ്റർ ആയിട്ട് പഠിച്ച് വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും നല്ലൊരു കുട്ടിയാവാൻ നോക്കുക. ഈ കാലഘട്ടം ഈ ചെറിയ സമയം മാത്രമേ അല്ല, 2 മാസം തികച്ച് നമുക്ക് കിട്ടാനില്ല. ഈ ചെറിയ കാലം നല്ല കുട്ടി, നല്ല അമ്മയ്ക്കും അച്ഛനും ഏറ്റവും നല്ല ബെസ്റ്റ് കുട്ടിയായിട്ട്, ഇത്രയും കാലം ബെസ്റ്റ് കുട്ടിയായാലും ഇപ്പോൾ ഇത്രയും കാലം നീ ബെസ്റ്റ് കുട്ടിയാണ്, പക്ഷെ അതിലും ബെറ്റർ ബെസ്റ്റ് കുട്ടിയായിട്ട് നീ ആവാം. +2 നല്ല രീതിയിൽ മാർക്കൊക്കെ എടുത്ത് നല്ലൊരു കോളേജിലേക്ക്, നമ്മൾ കോയമ്പത്തൂരും അവിടെയൊക്കെ പോയി പഠിക്കുന്നതിനെക്കാട്ടി നല്ലതാണല്ലോ സ്വന്തം നാട്ടിൽ നല്ലൊരു കോളേജിൽ സീറ്റ് കിട്ടാന്ന് പറയുന്നത്. അങ്ങനെ നല്ലൊരു കോളേജിൽ നമ്മൾ മെറിറ്റിൽ സീറ്റ് ചെയ്യുക. അല്ലാണ്ട് അമ്മമാരുടെ അടുത്ത് വർഷത്തിൽ 50,000, 1,00,000, 1,50,000 കിട്ടാത്ത സീറ്റിൽ അങ്ങനെ എടുക്കണതുകൊണ്ടല്ലോ. നമ്മുടെ മെറിറ്റിൽ സീറ്റ് പഠിക്കുമ്പോൾ നമുക്കൊരു അഹങ്കാരമുണ്ട്. ഞാൻ മെറിറ്റിലാണ് സീറ്റ് എടുത്തെന്നുള്ള ആരോട് പറയുമ്പോൾ സെൽഫ് ഫിനാൻസിൽ നമുക്ക് ഒരുപാട് സീറ്റ് കിട്ടും, പക്ഷേ മെറിറ്റിൽ സീറ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് അഹങ്കരിക്കാൻ പറ്റുള്ളൂ. ആ അഹങ്കാരം ഒരു വൈബാണ്, അതൊരു ലഹരിയാണ്. ആ ലഹരി ഒരു വട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമ്മളത് ഒരുപാട് ആ ലഹരിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ആ ലഹരി നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഉയരുമ്പോൾ